എൻ്റെ അക്കൗണ്ട് ഫ്രീസായി പോയി, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചെക്കൻ്റെ അടുത്തുള്ള പൈസ ഇന്നത്തേക്കുണ്ടായിരുന്നു, അപ്പം നാളെ ചോദിക്കാൻ വെച്ചിട്ടായിരുന്നു. ഞാനിപ്പോൾ കറക്റ്റ് എന്താ അരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടുന്ന് ഇനിയിപ്പോൾ എനിക്ക് അവിടെ ജോൺസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോകണം. അതിന് മുമ്പ് ടാറ്റേൻ്റെ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. ടാറ്റേൻ്റെ സർവീസ് സെൻ്റർ ഇവിടെ അടുത്തോടെയുണ്ട്, ഒരു 10 കിലോ. ഞാൻ അവിടെ എത്തുമ്പോൾ ലൊക്കേഷൻ അയക്കാം. പക്ഷെ 1 മണിക്കൂറിൽ അങ്ങോട്ട് മെട്രോയിൽ വരാൻ പറ്റുമോ? വേണ്ട, പെങ്ങളൊക്കെ അറിഞ്ഞ പ്രശ്ന അല്ലേ, അറിയാണ്ട് നിൽക്കണം. ഇവിടുന്ന് മെട്രോയിൽ വരാൻ പറ്റും അങ്ങോട്ട്? അവളോട് പറ നിർത്തിക്കാളെ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നാറിയിട്ട് എന്തിനാ 2 കൂട്ടരും കൂടി. നമുക്ക് നാളെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മളെടുത്തുണ്ട്, വെറുതെ വേണ്ടാന്ന് പറഞ്ഞേക്ക്. എന്നാ ഞാൻ കോളാണ് അവനെ ചെയ്തത്. അവന് വോയിസ് വിടണില്ല, അവൻ പേടിച്ചിട്ട്, മനസ്സിലായ? അപ്പൊ എന്താണ് അങ്ങനെ പറഞ്ഞു അവന്. അപ്പൊ കേട്ടല്ല, നമ്മുടെ കാണാരേട്ടൻ്റെ വോയിസ് ആണ് കേട്ടത്. ഇനി എന്നെ കോൾ ചെയ്തതാണെന്ന് പറഞ്ഞു വരുത്തണ്ട, കാരണം അതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീരത്നത്തിൻ്റെ വോയിസും കൂടി ഞാനിവിടെ ഇട്ടേക്കണത്. അപ്പോൾ നമ്മുടെ കാണാരേട്ടൻ ഒന്നല്ല രണ്ടല്ല സ്ത്രീകളെ പറ്റിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പുരുഷന്മാർ ഇത്തരം സ്വഭാവ ഗുണമുള്ളവരാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ പിന്നാലെ പോകുന്ന, അവരെ കോൾ ചെയ്യാനും വിളിക്കാനും കാണാനും പോകുന്ന സ്ത്രീകളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരത്തിൽ സ്ത്രീകൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മൾ പുരുഷന്മാരെ പറയണം? സോഷ്യൽ മീഡിയയിൽ ഒരാളെ കാണുമ്പോഴത്തേക്കും അവൻ ആരാണ്, എന്താണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ തയ്യാറായിട്ട് സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളെ പറഞ്ഞാൽ പോരെ. പിന്നെ തഞ്ചത്തിന് കിട്ടിയാൽ സ്ത്രീ എന്നല്ല പുരുഷനെന്നല്ല ആരായാലും പറ്റിക്കും. എല്ലാവർക്കും കാശാണ് ബിഗിലെ മുഖ്യം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാണാരേട്ടൻ. പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റിക്കുന്നവനാണ്. അപ്പം ഇതൊക്കെ ഞാൻ കേൾപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞു തന്ന പെണ്ണുങ്ങൾ പഠിക്കൂല. നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഇന്ന സ്വഭാവമാണെന്ന് വിളിച്ചു പറഞ്ഞിട്ടും അത് കേൾക്കാഞ്ഞിട്ടോ മനസ്സിലാവാഞ്ഞിട്ടോ അല്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഇവരൊക്കെ ഇയാളുടെ പുറകെ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇവൻ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ സ്ത്രീകളെയും പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള, ഇവൻ്റെ കയ്യിലിരിപ്പ് വിളിച്ചു പറഞ്ഞിട്ടുള്ള, അതായത് തെറികൾ മാത്രം വിളിച്ചു പറയുന്ന ഒരുത്തനാണ്. ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവൻ കസിൻ ബ്രദറൊന്നുമല്ല എന്നറിഞ്ഞിട്ടും പിന്നെയും എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെയൊക്കെ പുറകെ പോണ സ്ത്രീകളെ സമ്മതിക്കണം. എന്തിൻ്റെ കേടാണ് അവർക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാവോ ഇവൻ്റെയൊക്കെ പുറകെ പോകുന്നത്? ചെറിയ പിള്ളേരാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, അറിയാഞ്ഞിട്ടാണ്, ഒരു വട്ടമൊക്കെ തെറ്റ് പറ്റും. ഇത് എല്ലാം അറിയുന്ന ആൾക്കാർ, എല്ലാം മനസ്സിലാവുന്ന ആൾക്കാർ ഈ തെറ്റുകളുടെ പുറകെ പോകുമ്പോൾ അവരൊരു വലിയ തെറ്റല്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ട വരും. എന്തായാലും ഒരു തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പുറകെ അത് മാത്രം മതി, അല്ലെങ്കിൽ അതാണ് നല്ലതെന്നും പറഞ്ഞു പോകുന്നവർക്കൊക്കെ ഒരു പാഠമാണ് ഇത്. തെറ്റിൻ്റെ പുറകെ പോകാനാണ് എല്ലാവർക്കും താല്പര്യം. നല്ലതെന്ന് പറയാനോ, അതിനെ ഒരു ശരിയെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനോ, നല്ലതിനെ അംഗീകരിക്കാനോ ഇവിടെ ജനങ്ങളില്ല. നല്ലതിനെ അംഗീകരിക്കാൻ ഒരു മനുഷ്യനും പറ്റൂല. ആൾക്കാർക്കൊക്കെ ആവശ്യം നെഗറ്റീവുകളാണ്, തെറ്റുകളാണ്. തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യന്മാരെ ആളുകൾ പൊക്കിക്കൊണ്ടു കൊടുക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കണാരേട്ടനും ആ തട്ടമിട്ട മറ്റേ മോളും. ആ തട്ടമൂരിയ ഇപ്പം വീണ്ടും തട്ടെടുത്തിട്ടിട്ടുണ്ട്. ഇങ്ങനെ തട്ടമൂരിയും ഇട്ടും ജെട്ടിയിടുന്ന പോലെയാണ് അവൾ തട്ടത്തിന് തലയിലിടുന്നത്. ആ തട്ടമില്ലാത്ത മറ്റേ മോളും.